സ്റ്റാർട്ട് ലൈവ് ബ്ലോഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നമുക്ക് കാര്യമായി പഠിക്കാനുള്ളത് അതിലെ ടേംസായ പാരാമീറ്റേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഇവയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു പോപ്പുലേഷൻ, അതുപോലെ സാമ്പിൾ. എന്താണ് പോപ്പുലേഷൻ? ഇപ്പം നമ്മൾ കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. ഇപ്പോൾ കേരളത്തിലെ ആൾക്കാരാണ്, കേരളത്തിലെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിലെ മൊത്തം കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമ്മൾ സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ ഏരിയയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ജില്ല സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ ഒരു വാക്സിൻ സ്വീകരിച്ച ആൾക്കാരെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? സാമ്പിൾ എന്ന് പറയും. സാമ്പിളിംഗ്, ഈ തിരഞ്ഞെടുക്കുന്ന രീതിയെ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എടുത്തതിനെ സാമ്പിൾ എന്ന് പറയും. അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം വരുന്ന ഡാറ്റയാണ്, പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സാമ്പിൾ എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു ചിത്രം നോക്കും. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം കുറേ ആൾക്കാരെ ചിത്രം കാണിക്കുന്നുണ്ട് മൊത്തമായിട്ടുള്ള. ഇത് നമ്മുടെ പോപ്പുലേഷൻ. മൊത്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം ജനങ്ങളെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു ഭാഗം തിരഞ്ഞെടുത്തു, കുറച്ച് ആൾക്കാരുടെ ഒരു 6 പേര് അടങ്ങിയ ചെറിയൊരു സാമ്പിൾ അല്ലേ. ഇതാണ് സാമ്പിൾ, ഇതാണ് പോപ്പുലേഷൻ. മനസ്സിലായല്ലോ? ഇതിൽ നിന്നുള്ള ചെറിയൊരു 6 ആളെ നമുക്ക് എടുക്കാം. ഇതുപോലെ കുറേ സാമ്പിൾ നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് സാമ്പിൾ, ഇതാണ് പോപ്പുലേഷൻ. ഇത് പോപ്പുലേഷനിൽ നമുക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. അതായത് പോപ്പുലേഷൻ്റെ മീൻ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, മീഡിയൻ കാണാം, മോഡ് കാണാം അല്ലേ. ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയാം, പോപ്പുലേഷനിൽ എടുക്കുന്നതിന്. അതുപോലെ ഈ സാമ്പിളിൽ എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സാമ്പിളിൽ നിന്ന് വേണമെങ്കിൽ സാമ്പിളിൻ്റെ മീൻ കാണാം, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, വേരിയൻസ് കാണാം, മീഡിയൻ കാണാം, മോഡ് കാണാം. ഇങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇവയൊക്കെ കാണാം. ഇതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. അപ്പോൾ സാമ്പിളിൽ നിന്ന് എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. പോപ്പുലേഷൻ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് പാരാമീറ്റേഴ്സിൽ ഏതൊക്കെ വരുന്നത്? ഇപ്പോൾ മീൻ ആണെങ്കിൽ, ഇപ്പോൾ മീൻ എടുക്കുകയാണെങ്കിൽ പാരാമീറ്റേഴ്സിന് നമ്മൾ മീൻ, പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ മ്യൂ എന്ന് പറയും. അതുപോലെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണുകയാണെങ്കിൽ നമ്മൾ സിഗ്മ എന്ന് പറയും. അതുപോലെ വേരിയൻസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് പറയും. പോപ്പുലേഷൻ്റെതാണ്. ഓക്കെ, ഇനി സാമ്പിളിൻ്റെതാണ് എടുക്കുന്നതെങ്കിൽ സാമ്പിളിൻ്റെ മീനിനെ എക്സ് ബാർ എന്ന് വിളിക്കും. സാമ്പിളിൻ്റെ മീനെ എക്സ് ബാർ എന്ന് വിളിക്കും. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ എസ് വിളിക്കും, സ്മോൾ ലെറ്റർ എസ്. ഓക്കെ, അതുപോലെ വേരിയൻസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ എന്ന് വിളിക്കും. ഇപ്പോൾ നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട് പാരാമീറ്റർ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾ വേണമെങ്കിൽ ഇതിന് കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് കിട്ടുന്ന, അതായത് സാമ്പിളിൽ നിന്ന് കിട്ടുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷനെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും പോപ്പുലേഷൻ. ഇനി നമുക്ക് ഇതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഫോക്കസ് പോയിന്റിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. Draw all possible samples of size 2 by taking simple random sampling without replacement, SRS WOR, from a population consisting of 3, 6, 8, 11 and 12. Find E of x bar, അതായത് expectation of x bar, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേരിയൻസ് ഓഫ് x bar and standard error of sample mean. ഇത്രയാണ് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെ കാണാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് 3, 6, 8, 11, 12 ഇതാണ് പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 എണ്ണമാണ്. അപ്പോൾ പോപ്പുലേഷൻ സൈസിനെ നമ്മൾ ക്യാപിറ്റൽ എൻ കൊണ്ട് വിളിക്കാം, 5. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ പഠിക്കാൻ ഈ ഒരു പോപ്പുലേഷൻ ആണ് ആകെ ഉള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളോട് സാമ്പിൾ സൈസ് 2 ആയ
എടുക്കുന്നത്. ഏത് മെത്തേഡാണ്? SRSWOR എന്ന മെത്തേഡിലൂടെ, SRSWOR എന്ന മെത്തേഡിലൂടെ സാമ്പിൾ സൈസ് 2 എടുക്കണം. സാമ്പിൾ സൈസിന് നമ്മൾ സ്മോൾ ലെറ്റർ n വിളിക്കും, n = 2. അപ്പോൾ ഇതിൽ നിന്ന് 5 എണ്ണമുള്ള ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് 2 സൈസ് വീതമുള്ള സാമ്പിൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മീൻ കാണാം, E(x) കാണേണ്ടത് എന്തൊക്കെയാണ്? E(x) കാണണം, അതുപോലെ വേരിയൻസ് ഓഫ് x ബാർ കാണണം, അതുപോലെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് x ബാർ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനു മുമ്പ് ഇതെങ്ങനെയാണ് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടത്, അതായത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ആദ്യം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറയാം. ഇപ്പം ഇതിൽ നിന്ന് 2 വീതം സൈസാണ് അല്ലേ? ഇപ്പോൾ 2 വീതം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 5 സംഖ്യകളുണ്ട്. ഇതിപ്പോൾ ഒരു 5 ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ 5 ആളിൽ നിന്ന് 2 ആളെ എങ്ങനെ തിരഞ്ഞെടുക്കാറ് സാധാരണ? ഇപ്പം നമ്മുടെ മുന്നിൽ 5 സുഹൃത്തുക്കളുണ്ട്, അതിൽ നിന്ന് 2 ആളെ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിന് 2 ആളെ വിളിക്കാൻ പറ്റില്ല, പ്രോബിലിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോട്ട് ഇട്ടിട്ട് നമ്മൾ 5 ആളുടെ പേര് ഇതിൻ്റെ ഉള്ളിലിടും, ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ റാൻഡമായിട്ട് എടുക്കും. അതാണ് പ്രോബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിൽ നിന്ന് 2 എണ്ണം വീതം എടുക്കും. അപ്പോൾ എടുക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഒരാളെ എടുക്കാം. അപ്പോൾ നമുക്ക് 3 എന്ന നമ്പറിൽ ഒരാളെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ തിരിച്ചിടുമ്പോൾ വീണ്ടും 5 എണ്ണമായി അല്ലേ? ആദ്യം ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ നമുക്ക് 4 എണ്ണം ഇനി ഇവിടെ ഉള്ളൂ. ഈ 3 പുറത്തെത്തിയണമെങ്കിൽ ബാക്കിയുള്ള 4 സംഖ്യകളെ അവിടെ ഉള്ളൂ. ഇനി അടുത്തതിൽ വേറെ ഏതെങ്കിലും കിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ എടുക്കാം. അതല്ല, നമുക്കിത് തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലേ? അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ആദ്യം എടുത്തതിനെ പുറത്ത് വെച്ചിട്ട് പിന്നെ പുതിയത് രണ്ടാമത്തെ ഒരാളെയും കൂടി എടുക്കുകയാണെങ്കിൽ അതിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയും. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റിനെ കുറിച്ച് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, മറ്റതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഫോക്കസ് പോയിന്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ 5 ആൾ ഇതിലുണ്ടെങ്കിൽ ആദ്യം എടുത്ത ആള് എടുത്ത് പുറത്തേക്ക് വെക്കും. ഇപ്പം ആദ്യം നമുക്ക് 8 എന്ന ആളെ കിട്ടി. അപ്പോൾ 8 ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ 8 ആള് പുറത്ത് എത്തി. ഇനി ഈ ബോക്സിൽ എത്ര ആളാണല്ലേ? 3, 6, 11, 12 നമ്പറുള്ള ആൾക്കാരാണ് അല്ലേ? പിന്നെ അടുത്തെടുക്കുമ്പോൾ നമുക്ക് ഏതാ കിട്ടുക? ഈ 4 ഏതെങ്കിലും ഒന്നേ കിട്ടും അല്ലേ? ചിലപ്പോൾ 12 കിട്ടാം, 11 കിട്ടാം, ഇങ്ങനെ കിട്ടും അല്ലേ? ഇങ്ങനെയാണ് സാമ്പിൾ ഉണ്ടാവുക. ഇങ്ങനെ എടുക്കുന്ന മെത്തേഡിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സാമ്പിൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിയണ്ടേ അല്ലേ? ഇപ്പോൾ നമുക്ക് സാമ്പിൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എത്ര ഉണ്ടാവും? സാമ്പിളിൻ്റെ ലിസ്റ്റിന് നമുക്ക് ഒരു സാമ്പിളിൻ്റെ ലിസ്റ്റ് നമ്മൾ എഴുതാൻ പോവാണ്. സാമ്പിൾസിനെ ബ്രാക്കറ്റിലിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം 3 ഒരു ഓർഡറിൽ തന്നെ എടുക്കുക. എങ്ങനെയും വരാം. അപ്പോൾ 3, 6 വരാം അല്ലേ? പിന്നെ വരാനുള്ളത് അതാ 3 വരുമോ? ഇല്ല, കാരണം 3 കിട്ടി കഴിഞ്ഞാൽ അത് പുറത്താണ്. ഇനി രണ്ടാമത് കിട്ടാൻ സാധ്യത 6, 8, 11, 12 ആണ്. അപ്പോൾ ഇനി 8 വരാം. 3, 8 വരാൻ സാധ്യത ഉണ്ട്. ഇനി അടുത്ത് ഇതൊരു ഓർഡറിൽ എഴുതിയാൽ നമുക്കിത് തെറ്റാതെ എഴുതാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ 3 ഇട്ടിട്ട് ചെയ്തത്. 3, അപ്പോൾ 3, 6 ആയി. ഇനി 3, 8 ആവാം. 3 ഇനി എന്താ ഉള്ളത്? 3, 11 ആവാം മറ്റൊരു സാമ്പിൾ. ഇനിയോ 3, 12 ആവാം. ഇപ്പോൾ എത്ര സാമ്പിളായി? 4 ഇനി ആദ്യം തന്നെ 3 തന്നെ കിട്ടണമെന്നില്ല. ആദ്യം ചിലപ്പോൾ 6 കിട്ടാലോ. 6, 3 ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് 3, 6 വന്നു. ഇനി 6, 8 വരാം. 6, 8 വരാം. ഇനി 6 ഏതാ വരാനുള്ളത്? 6, 11 വരാം. 6, 11 വരാം. പിന്നെ ഏതാ വരുന്നത്? 6, 12 വരാം. വീണ്ടും വന്ന പേരിനെ നമ്മൾ വീണ്ടും എടുക്കുന്നില്ല. പിന്നെ ഏതായാലും 8 വെച്ച് തുടങ്ങുകയാണെങ്കിൽ 8 കഴിഞ്ഞാൽ 6 എടുക്കണ്ട. 6, 8 ഓൾറെഡി വന്നിട്ടുണ്ട്. 8, 11 എടുക്കാം. പിന്നെ 8, 12. ഇനി അടുത്തെന്താ? 8 കഴിഞ്ഞു. ഇനി 11, 12 കൂടിയുള്ളൂ. ഇത്രയും സാമ്പിൾ കിട്ടും. ഈ രീതിയിൽ നമുക്ക് സാമ്പിളിനെ പോപ്പുലേഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര സാമ്പിൾ കിട്ടി. പോപ്പുലേഷനിൽ നിന്ന് 2 എണ്ണം വീതമുള്ള സാമ്പിൾ 2 എണ്ണം വീതമാണ് എടുത്തത് അല്ലേ? അതുകൊണ്ട് നമുക്ക് എത്ര സാമ്പിൾ കിട്ടി? ഇവിടെ 10 സാമ്പിൾ കിട്ടി. അതിന് ഞാൻ സീരിയൽ നമ്പർ ഇട്ട് കൊടുത്ത് 1 മുതൽ 10 വരെ സാമ്പിൾ ഉണ്ടാക്കി. പിന്നെ ഞാൻ ചെയ്തത് X ബാർ, ഇതിൻ്റെ മീൻ കണ്ടു, ഓരോ സാമ്പിളിൻ്റെ മീൻ.
സാമ്പിളിൻ്റെ മീനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണ്ടത്. എക്സ് ബാർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു, ഇ ഓഫ് എക്സ് ബാർ. അപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും 3, 6 രണ്ടെണ്ണം അല്ലല്ലോ. സാമ്പിൾ 2 ആകുമ്പോൾ 2 കൊണ്ട് ഗുണിക്കാം. ഇനി 3 ആണെങ്കിൽ 3 സാമ്പിൾ ഉണ്ടാവും ഇവിടെ. അപ്പം 3 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 വെച്ചിട്ടുള്ള സാമ്പിൾ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെയും ആവറേജ് എടുത്തു എന്ന് നോക്കിയാൽ മതി. ഓരോ സാമ്പിളിൻ്റെയും ആവറേജ് എടുത്ത 10 സാമ്പിളിനും 10 മീൻ ഉണ്ടാവും. x1 ബാർ, x2 ബാർ, x3 ബാർ എന്നൊക്കെ വിളിക്കാം നമുക്ക്. 10 സാമ്പിൾ മീൻ ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി അപ്പോൾ നമുക്ക് 80 എന്ന് കിട്ടി. സിഗ്മ എക്സ് ബാർ 80 കിട്ടി. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചത് ഇ ഓഫ് എക്സ് ബാർ കാണാനാണ്. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇതാണ് നമ്മളോട് ചോദിച്ചത് ആദ്യം കാണാൻ അല്ലേ? ഇ ഓഫ് എക്സ് ബാർ കാണാൻ സിമ്പിളാണ്. സിഗ്മ എക്സ് ബാർ ബൈ എം. എം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ അത്. എത്ര സാമ്പിൾ ഉണ്ട് ഇവിടെ? 10 സാമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ 80 ടോട്ടൽ സാമ്പിളിൻ്റെ മീൻ 80 കിട്ടി. 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടി. ഇതാണ് ഇ ഓഫ് എക്സ് ബാർ. ഇ ഓഫ് എക്സ് ബാർ ആണ് 8 കിട്ടി. ഇതാണ് സാധാരണ ഫോക്കസ് പോയിന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ വേരിയൻസ് ഓഫ് എക്സ് ബാറും സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാറും നമുക്ക് ഫോക്കസ് പോയിന്റിൽ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ളതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസിക്കൽ ടു n മൈനസ് n ബൈ n മൈനസ് 1 സിഗ്മ സ്ക്വയർ ബൈ n. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലേ? സ്മോൾ n എന്ന് പറഞ്ഞാൽ സാമ്പിളിൻ്റെ സൈസ് എന്താണോ അത് 2. പിന്നെ സിഗ്മ സ്ക്വയർ എന്താണ്? വേരിയൻസ് ആണ്. വേരിയൻസ് കാണാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സിഗ്മ സ്ക്വയർ ഇസിക്കൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഏതിൻ്റെയാണ് കാണേണ്ടത്? ഈ 3, 6, 8, 11, 12നെ നമ്മൾ ഇതുപോലെ സ്ക്വയർ ചെയ്ത് സം ചെയ്യും. എന്നിട്ട് എണ്ണം കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ മീൻ കാണും, അതിൻ്റെ സ്ക്വയർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ വേരിയൻസ് കണ്ടാൽ അതിവിടെ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അതാണ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. ഓക്കെ. ഇനി സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്. റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. അപ്പോൾ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിലാണ് ഇതൊക്കെ ചെയ്തത്. അതുപോലെ വിത്ത് റീപ്ലേസ്മെൻറ്റിലും നമുക്ക് ചെയ്യാനുണ്ട്. ഫോക്കസ് പോയിന്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ. ആകെ നമുക്ക് ഇതുപോലെ പോപ്പുലേഷൻ തരും. സാമ്പിൾ സൈസ് 2 അല്ലെങ്കിൽ 3, 4 എന്തും ആവാം. അപ്പോൾ ഇവിടെ 2 വെച്ച് തന്നു. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്ന ഡാറ്റനെ സാമ്പിൾ സൈസ് 2 വീതം ഇതുപോലെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മീൻ കാണാം. എന്നിട്ട് ടോട്ടൽ ചെയ്യാം. ആ ടോട്ടലിന് എത്ര സാമ്പിൾ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇ ഓഫ് എക്സ് ബാർ കാണാൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ. ഇത് സാധാരണ ചോദിക്കുകയാണ്, വളരെ ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കാര്യം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 5 എണ്ണം ഉള്ളപ്പോൾ 2 സാമ്പിൾ എടുത്തപ്പോൾ എത്ര എണ്ണം കിട്ടി? 10 എണ്ണം കിട്ടി. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് കാണാനും ഒരു ഫോർമുല ഉണ്ട്. അതും കൂടി മനസ്സിലാക്കാം. NCN എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കോമ്പിനേഷൻ ഫോർമുലയാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? 5 എണ്ണം. 5ൽ നിന്ന് എത്ര എണ്ണമാണ് സാമ്പിൾ സൈസ്? 2. 5C2 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 10 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 5C2 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് 10 കാണാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല വെച്ച് ഫസ്റ്റ് ചെയ്യുന്നത് 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ? NCR എന്നതിൻ്റെ ഫോർമുലയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 5C2ൻ്റെ വാല്യൂ 10. അപ്പോൾ ഇത് പോപ്പുലേഷൻ്റെ എണ്ണവും സാമ്പിളിൻ്റെ എണ്ണവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സാമ്പിൾ ഉണ്ടെന്ന് കാണാൻ ഈ ഒരു ഫോർമുല മതി. NCN എന്ന് പറഞ്ഞ ഫോർമുല മതി. ഓക്കെ. അപ്പോൾ ഇതിന് ഓരോന്ന് സാമ്പിളും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/NCN ആണ്. ഓരോ സാമ്പിളും കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇതിപ്പോൾ ഒന്ന് കിട്ടാനുള്ളത് ആകെ 10 എണ്ണത്തിൽ നിന്ന് ഒരു സാമ്പിളല്ലേ കിട്ടാനുള്ളത് അല്ലേ? അപ്പോൾ 1/10 ആണ് ഇവിടെ വരിക. ഇതിലൊരു സാമ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സാമ്പിളിന് ഒരു പ്രോബിലിറ്റി ഉണ്ട്, അതുപോലെ ഇതിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയാനാണ് നമ്മളിതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിന് സാമ്പിളിങ്ങിനും എന്തുണ്ടാവും? ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന യൂണിറ്റിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ എക്സാമിന് ഈ ഒരു എക്സാം പോയിന്റിൽ നിങ്ങൾ ഇതുപോലെ ഒരു പോപ്പുലേഷനെ പ്രതീക്ഷിക്കാം. സാമ്പിൾ സൈസ് 2 or 3 ഒക്കെ ചോദിക്കാം. അപ്പോൾ എത്രയാണോ സൈസ് അതിനനുസരിച്ച് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കും. സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് സാധാരണ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സൈസ് 2 എണ്ണം വീതം അങ്ങനെ എടുക്കുക. 3, 6, 3, 8, 3, 11, 3, 12 ഇതാ കണ്ടില്ലേ? പിന്നെ ഇവിടുന്ന് തുടങ്ങി 6, 8, 6, 11, 6, 12. ഓക്കെ. ഇത് എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എളുപ്പത്തിന് നമ്മൾ ഇഷ്ടത്തിന് ഓർഡറിൽ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഓർഡർ തെറ്റിച്ച് എഴുതാം.
പക്ഷെ നമുക്ക് ഒരു സംഖ്യ മിസ്സാവാതെ എഴുതാനുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ 8, 11, 8, 12, 8, 11, 8, 12, പിന്നെ ലാസ്റ്റ് 11, 12. ഓക്കെ, ഇങ്ങനെ നമ്മൾ സാമ്പിൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് തെറ്റിക്കാതെ നിങ്ങൾക്ക് സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവയുടെ മീൻ കാണാം, ടോട്ടൽ മീൻ കാണാം. ഈ രീതിയിൽ ചെയ്യാലോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.